എപ്പിസോഡ് 80 ടിക്കറ്റ് ഫിനാലെ ടാസ്ക് അങ്ങനെ തകതിമിയായിട്ടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പി ആറുകളുടെ വിളയാട്ടമാണ് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നും നമുക്കറിയാം, ഇന്നും ഒരു നമ്പർ 1 പൊസിഷനിലോട്ടേക്ക് ആരാണ് ജയിക്കുക എന്ന് യാതൊരുവിധ പിടിയുമില്ലാത്ത രീതിയിലാണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ സീസണൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ജിൻഡോ എന്ന് പറയുന്ന ഒരുത്തൻ അവിടെ കിടക്കുന്നു. ജാസ്മിൻ നല്ല കത്തിക്കായിരുന്നു. ജാസ്മിൻ ആയിരുന്നു ശരിക്കും ആ സീസൺ ഡിസേർവിങ് ആയിട്ടുള്ള ഒരു വിന്നർന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ജാസ്മിൻ അത്രയും മനോഹരമായിട്ടാണ് ബിഗ് ബോസിലെ കഴിഞ്ഞ സീസൺ കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് മുന്നേ ഉള്ള സീസൺ നോക്കിയാലും നമുക്കറിയാം അഖിൽമാരാണ് ജയിക്കുന്നത്. പക്ഷേ ഈ ഒരു സീസണിൽ ഇന്നും നമുക്കറിയില്ല ആരാണ് ഇത് ജയിക്കുക. അനീഷാണോ, അനുമോളാണോ, ആര്യനാണോ? നിങ്ങൾക്ക് ആരാണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ഡൗൺ ചെയ്യൂ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അല്ലെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ് ആരാണ് വരാൻ പോകുന്നത്, ലാലേട്ടൻ കൈ ഉയർത്താൻ പോകുന്നത് ആരുടേതാണെന്ന്. പക്ഷേ അനീഷൊക്കെ ഒരു തരത്തിൽ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു മക്കളെ. ഈ സുപ്രഭാതവും കൊണ്ടൊന്നും നടന്നിട്ടൊന്നും കാര്യമില്ല. അനീഷ് കുറേ കാലം നടത്തി, പക്ഷേ ഒരു സമയത്ത് അനീഷും ഷാനവാസും രണ്ടാളും എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു. ഷാനവാസൊക്കെ ടോപ്പ് 3 കൂടി എത്തൂല എന്നുള്ള കാര്യം 150% ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഒരുവിധം. ഇതൊക്കെ പറഞ്ഞിട്ടും ആരുടെയൊക്കെയോ PR ടീം നമ്മുടെ ആര്യനെതിരെയൊക്കെ കളിച്ചിട്ടും ആര്യൻ സുഖമായിട്ട് ഇന്നത്തെ 3ാമത്തെ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ജയിച്ചിട്ടുണ്ട്. അതായത് കറക്കുന്ന ആ സംഭവം. സെക്കൻഡ് ടാസ്ക് ആണെങ്കിൽ ഇന്നുണ്ടായിരുന്ന, അതായത് ഫസ്റ്റ് ടാസ്ക് ആണെങ്കിൽ നമ്മുടെ നൂറയുമാണ് ജയിച്ചിരിക്കുന്നത്. നൂറ നല്ല രീതിയിൽ ടാസ്കുകളൊക്കെ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ലാസ്റ്റിലുണ്ടായിരുന്ന ഗെയിം ആണെങ്കിൽ ഏകദേശം ഒരു 1 മിനിറ്റിലൊക്കെ നൂറ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതായത് നല്ല രീതിയിൽ ഫിസിക്കൽ ടാസ്ക് ആണെങ്കിലും ടെക്നിക്കൽ ടാസ്ക് ആണെങ്കിലും ഒക്കെ നൂറയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കളിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന മെയിനായിട്ടുള്ള സംഭവം ഇതാണ്. ഇനിയിപ്പം എന്താ പറയുക, ഈ ഒരു വീക്ക് മുഴുവൻ ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളായിരിക്കും. അതുപോലെ തന്നെ ടാസ്കുകളുടെ ഹെവിനെസ്സൊക്കെ എന്തായാലും കൂടാനും പോകുന്നതാണ്. അതുപോലെ എനിക്കെന്തായാലും തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് ഫിനാലയിൽ എന്തായാലും ജയിക്കാൻ പോകുന്നത് നമ്മുടെ ആര്യൻ തന്നെയാണ്. ആര്യനെ തോൽപ്പിക്കാൻ സാബുമാനൊന്നും വിചാരിച്ചു കഴിഞ്ഞാലൊന്നും നടക്കില്ല. സാബുമാനൊക്കെ പൊട്ടിപ്പാളിസായി മണ്ട ശിരോമണിയായി മാറുന്നുണ്ട് എന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒന്നും സാബുമാനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ ഒരു ലക്കിന് ഇത്രയും ദിവസം അവിടെ പിടിച്ചു നിന്നു. ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ലക്കിയായിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടാവില്ല. അതായത് ഈ സാബുമാനൊക്കെ എന്ത് ബേസിസിലാണ് എടുത്തത് എന്ന് പോലും സംശയം തോന്നുന്ന തരത്തിലായിരുന്നു സാബുമാൻ്റെ ഇത്രയും നാളത്തെ ആ വീട്ടിലുള്ള ഒരു എക്സിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എന്തോ ക്യാപ്റ്റനായ സമയത്ത് എന്തോ 2 വാക്കോ മറ്റോ പറയുന്നുണ്ടായിരുന്നു. അതെന്തോ മഹാകാര്യമായിട്ട് കുറേ ഫാൻസ് എടുത്ത് നടക്കണ്ടായിരുന്നു. സാബുമാൻ്റെയൊക്കെ ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ ഞാൻ